ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് സ്കൂളിലേക്ക് പോകേണ്ട സമയം. അപ്പം ഞാൻ എൻ്റെ പഴയൊരു കുട്ടിക്കാലം പറയാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇപ്പം ഞാൻ നോക്കിയപ്പോഴേ പഴയ ടീച്ചർമാരോടുള്ള ഒരു അടുപ്പോ അല്ലെങ്കിൽ പഴയ കുട്ടികളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും കാണാനില്ല. അത് പലരും പല രീതിയിൽ പറയുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ അതെല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം. എന്നെ ആദ്യം അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചർ, അത് കഴിഞ്ഞ് പ്ലേ സ്കൂളിൽ, അത് കഴിഞ്ഞ് 1-ാം ക്ലാസ്സിൽ, അങ്ങനെയൊക്കെ പഠിപ്പിച്ച ടീച്ചർ. നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നെ ആദ്യം അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചറുടെ പേര് റൂബി എന്നാണ്. അവിടുത്തെ ആയ തങ്കമണി എന്നാണ്, തങ്കമ്മു എന്നാണ് വിളിക്കുക. അപ്പം അതെനിക്ക് അത്രയും മെമ്മറി ഉണ്ട്. പിന്നെ എന്നെ പ്ലേ സ്കൂളിൽ പഠിപ്പിച്ചത് എൻ്റെ 2 സിസ്റ്റേഴ്സാണ്. പക്ഷെ സിസ്റ്റർമാരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവരുടെ ചാരക്കളർ യൂണിഫോം ആയിരുന്നു അവരുടെ. അപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 1-ാം ക്ലാസ്സിലേക്ക് പോകുന്നത് സെൻറ്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ പുതുശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എല്ലാവർക്കും ആ സ്ഥലം അറിയുമോയെന്നറിയില്ല. എങ്കിലും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിനെ കുറിച്ച് നിറയെ ഉങ്ങൊക്കെയുള്ള സ്കൂളാണ്. അപ്പം അതിൽ ഞാൻ 1-ാം ക്ലാസ്സിലെത്തുമ്പോൾ ആദ്യം അഡ്മിഷൻ എടുത്തത് സണ്ണി മാഷ് എന്ന് പറഞ്ഞിട്ട് പെട്ടത്തലയൊക്കെയുള്ള മുറുക്കിയിട്ടുള്ള ഒരു മാഷായിരുന്നു. എപ്പോഴും വെള്ളയും മാത്രമാണ് മാഷയുടെ ഒരു വേഷം. അപ്പോൾ ആ മാഷയുടെ നിന്ന് അഡ്മിഷൻ എടുത്ത് 1-ാം ക്ലാസ്സിൽ പോയപ്പോൾ 1-ാം ക്ലാസ്സിൽ എന്നെ ആദ്യം പഠിപ്പിച്ച ടീച്ചർ ജെസ്സി ടീച്ചറായിരുന്നു. 2-ാം ക്ലാസ്സിൽ തങ്കമണി ടീച്ചറുണ്ട്, നമ്മളെ 1-ാം കൊച്ചുതുമ്പി എന്നുള്ള പദ്യമൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് 3-ാം ക്ലാസ്സിൽ റോബി മാഷും മേരി ടീച്ചറും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചർമാരെ നമ്മൾ കളിയാക്കി പറയുന്ന പേരുകളൊക്കെ അവർ വളരെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അന്ന് ആ ടീച്ചറെ പറഞ്ഞിരുന്നു. ആ ടീച്ചർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും. ഞങ്ങൾ ഉറക്കം തൂങ്ങി മേരി ടീച്ചറെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 4-ാം ക്ലാസ്സിൽ ബീന ടീച്ചറുടെ ക്ലാസ്സിലായിരുന്നു. അപ്പം അതിൽ കുറേ പേര് ഇപ്പോൾ എൻ്റെ കൂടെ 4-ാം ക്ലാസ് വരെ പഠിച്ചവർ കുറേ പേര് അച്ഛന്മാരായിട്ടുണ്ട്. എല്ലാവരും വലിയ വലിയ ജോലിയിൽ ഏർപ്പെട്ടവരുണ്ട്. എങ്കിലും അവരെയൊക്കെ കാണുമ്പോൾ പിന്നെ ഉങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് സംസാരിക്കുക, ഓടിക്കളിക്കുക, ഒളിച്ച് കളിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. കുറേ സിനിമ കണ്ടു, കുറേ വീഡിയോസ് കണ്ടു, അതിൻ്റെ കമൻറ്റുകൾ മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയൊരു സംഭവമായിരുന്നു. ഉങ്ങിൻ്റെ പൂക്കൾ വീഴുമ്പോൾ ഒരു മണമുണ്ട്, അതൊക്കെ ഞങ്ങൾ അന്ന് ആസ്വദിച്ചിരുന്നു. അന്നത്തെ യൂണിഫോമിൻ്റെ കളർ എന്താണെന്നറിയും? കരിഞ്ചുവപ്പ് പാവാടയും ക്രീം ഷർട്ടും. അതേപോലെ കൊടിമരത്തിൻ്റെ അവിടെ എന്നും ഓപ്പൺ അസംബ്ലി. ഞങ്ങൾ അന്നത്തെ കുട്ടികളൊന്നും കുഴഞ്ഞു വീണിരുന്നില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്ന് വെയിൽ കൊള്ളുമ്പോഴേക്കും കുഴഞ്ഞു വീഴും. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുക, അതൊക്കെ ഞങ്ങളുടെ മെമ്മറിയിൽ ഒത്തിരി സന്തോഷം തരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ മിക്സഡ് സ്കൂളായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ